എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ധോണിയുടെ പിറന്നാൾ ദിനത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ ടീമിന് ശുഭ്മാൻ ഗിൽ നൽകിയ ഈ അവിസ്മരണീയ വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇരട്ടി മധുരമായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ തകർപ്പൻ പ്രകടനത്തിലൂടെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ഗിൽ ഈ അവാർഡ് തന്റെ ടീമംഗങ്ങളായ ആകാശ് ദീപ്, സിറാജ്, യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് സമർപ്പിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനു പിന്നാലെ മഹിഭായിക്ക് ഒരു പിറന്നാൾ സമ്മാനമായി ഇത് ഞാൻ നൽകുന്നു എന്ന് ഗിൽ പറഞ്ഞപ്പോൾ അത് കേവലം ഒരു വാക്ക് എന്നതിനപ്പുറം ഗുരുനാഥനോടുള്ള ശിഷ്യന്റെ സ്നേഹവും ആദരവും വ്യക്തമാക്കുന്നതായിരുന്നു. ഒന്നാം ടെസ്റ്റിലെ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ നേതൃത്വത്തിലാണ്. ഈ വിജയം ഇംഗ്ലണ്ടിന് പരമ്പരയിൽ തിരിച്ചുവരാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാക്കി. ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഗില്ലിന് അവകാശപ്പെട്ടതാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. യശസ്വി ജയ്സ്വാൾ നേടിയ 87 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റു ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായ സംഭാവനകൾ നൽകാനായില്ല. ഈ ഘട്ടത്തിലാണ് ശുഭ്മാൻ ഗിൽ രക്ഷകനായി എത്തിയത്. ഋഷഭ് പന്ത് 25 റൺസിന് പുറത്തായതിനു ശേഷം ഗിൽ ക്രീസിലെത്തി. രവീന്ദ്ര ജഡേജയുടെ പിന്തുണയോടെ ഗിൽ 269 റൺസ് അടിച്ചുകൂട്ടി. 387 പന്തുകൾ നേരിട്ട ഗിൽ 30 ഫോറുകളും 3 സിക്സറുകളും പറത്തി. ജഡേജ 89 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. ഗില്ലിന്റെ ഈ തകർപ്പൻ പ്രകടനം ഇന്ത്യയെ ആദ്യ ഇന്നിംഗ്സിൽ 587 റൺസിലെത്തിച്ചു. ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 2 സെഞ്ചുറികളും ജാമി സ്മിത്തിന്റെ ഇരട്ട സെഞ്ചുറിക്കടുത്തുള്ള 407 റൺസും നേടി. എന്നിട്ടും ഇന്ത്യയ്ക്ക് കാര്യമായ ലീഡ് നിലനിർത്താനായി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കളിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് മുന്നിൽ 606 റൺസിന്റെ വിജയലക്ഷ്യം ഉയർന്നു. 4-ാം ദിവസം തന്നെ ഇന്ത്യൻ ബൌളർമാർ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കി. സിറാജ് സാക് ക്രോളിയെ 0-ന് പുറത്താക്കിയപ്പോൾ പിന്നീടങ്ങോട്ട് ആകാശ് ദീപ്, ബെൻ ഡക്കറ്റ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക് എന്നിവരെ പുറത്താക്കി ഞെട്ടിച്ചു. വാഷിംഗ്ടൺ സുന്ദർ, ബെൻ സ്റ്റോക്സിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയതോടെ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു. 4 വിക്കറ്റുകൾ മാത്രം ശേഷിക്കെ ഇംഗ്ലണ്ടിന് 450 റൺസ് വേണ്ടിയിരുന്നത് അസാധ്യമായ ലക്ഷ്യമായിരുന്നു. വലിയ മാർജിനിലാണ് ഇന്ത്യ ഈ മത്സരം വിജയിച്ചത്, അതും അവിശ്വസനീയ റെക്കോർഡുകളോടെ. കളി ഇന്ത്യ ജയിച്ചപ്പോൾ ശുഭ്മാൻ ഗിൽ ആരാധകരുടെ ഹൃദയം കീഴടക്കി തീർക്കുകയാണ്. 2 ഇന്നിംഗ്സുകളിലുമായി ഇരട്ട സെഞ്ചുറിയും 150-ലധികം റൺസും നേടിയ ഗിൽ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ആകാശ് ദ്വീപിനും സിറാജിനും തന്റെ ഗുരുവായ ധോണിക്കും നൽകിക്കൊണ്ട് ഗിൽ തന്റെ വലിയ മനസ്സ് കാണിച്ചു. ആദ്യ ഇന്നിംഗ്സിലും രണ്ടാം ഇന്നിംഗ്സിലും ഇംഗ്ലണ്ടിനെ പിടിച്ചു നിർത്തിയതിൽ ആകാശിനും സിറാജിനും വലിയ പങ്കുണ്ടെന്ന് ഗിൽ പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഈ വിജയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ തോൽക്കാൻ വേണ്ടിയായിരുന്നില്ല കളിച്ചത്, വിജയിക്കാൻ തന്നെയായിരുന്നു ശ്രമം. എന്നാൽ ചില പോരായ്മകളുണ്ടായിരുന്നു, അത് ഇത്തവണ പരിഹരിച്ചു, ഗിൽ പറഞ്ഞു. ഇംഗ്ലണ്ടിലെ പിച്ചുകൾ റൺസ് നേടാൻ സഹായകമായ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ടീമെന്ന നിലയിൽ ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. കഴിയുന്നത്ര റൺ സ്കോർ ബോർഡിൽ എത്തിച്ച് ഇംഗ്ലണ്ടിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു തന്ത്രം. ഞങ്ങളുടെ ബൌളർമാർ ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ തന്നെ തടയും. 50 ഓവറിനുള്ളിൽ പരമാവധി വിക്കറ്റുകൾ നേടും, ഗിൽ കൂട്ടിച്ചേർത്തു. ഈ തന്ത്രത്തിൽ സിറാജും ആകാശ് ദീപും തങ്ങളുടെ കടമകൾ നിറവേറ്റിയതിൽ ഗിൽ സന്തോഷം പ്രകടിപ്പിച്ചു. സിറാജ് 6 വിക്കറ്റ് നേടിയപ്പോൾ ആകാശ് ദീപ് രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ വിജയം മഹിഭായിക്ക് ഒരു ബർത്ത്ഡേ സമ്മാനമായി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗിൽ തന്റെ പ്രിയപ്പെട്ട MS ധോണിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. സിറാജിനും ആകാശ് ദീപിനും പുരസ്കാരം നൽകാനുള്ള ശുഭ്മാൻ ഗില്ലിന്റെ ഈ തീരുമാനവും ധോണിയോടുള്ള ആദരവും ബഹുമാനവും അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ഗിൽ ഇതിഹാസ താരങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുകയാണ്. ഗൗതം ഗംഭീർ ഗില്ലിനെ ലോക 1-ാം നമ്പർ ക്യാപ്റ്റനായി പ്രവചിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇതിനെക്കുറിച്ച് ഗിൽ ട്വീറ്റ് ചെയ്യുകയുണ്ടായി: ധോണിയാണ് ലോകത്തിലെ 1-ാം നമ്പർ ക്യാപ്റ്റൻ, അതുകൊണ്ട് എനിക്കത് വേണ്ട. ഞാൻ മഹിഭായിയുടെ ക്യാപ്റ്റൻസിയെ സ്നേഹിക്കുന്നു എന്നായിരുന്നു ഗിൽ എക്സിൽ നൽകിയ പ്രതികരണം. ഇത് ധോണിയോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. ശുഭ്മാൻ ഗില്ലിന്റെ ഈ മാതൃകാപരമായ പ്രകടനത്തെക്കുറിച്ചും ധോണിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.